MG യൂണിവേഴ്സിറ്റി 2019 ഇംഗ്ലീഷിലെ എലിമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അതിൽ ആദ്യത്തെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇപ്പോൾ 2 ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്നു. 6ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അത് ഓസ്കാർ വൈൽഡിന്റെ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റെഡ് റോസ് എന്ന പാഠവുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം എങ്ങനെയാണ്? വാട്ട് ഡിഡ് ദ നൈറ്റിംഗേൽ സിംഗ് വെൻ ദ തോൺ പിയേഴ്സ്ഡ് ഇറ്റ്സ് ഹേർഡ്? തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുകളാണ്. ആ റോസാപ്പൂവിന്റെ മുള്ളുകൾ അതിന്റെ ഹൃദയത്തിൽ തറഞ്ഞ് കയറിയപ്പോൾ, കുത്തി തുളച്ച് കയറുക എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്കാണ് പിയേഴ്സ്. അപ്പോൾ തറഞ്ഞു കയറിയപ്പോൾ അത് എന്താണ് പാടിയത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇനി എന്താണ് പാടിയത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് ഉത്തരം. ദാറ്റ് ബേർഡ് സാങ് ഫസ്റ്റ് ഓഫ് ദ ബർത്ത് ഓഫ് ലവ് ഇൻ ദ ഹാർട്ട് ഓഫ് എ ബോയ് ആൻഡ് എ ഗേൾ. ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഹൃദയത്തില് സ്നേഹം ജനിച്ചതിനെ കുറിച്ചാണ് പക്ഷി പാടിയത്. Then she sang about the birth of passion in the soul of a man and a maid. പിന്നെ പാടിയത് ഒരു ആണിന്റെയും പെണ്ണിന്റെയും അല്ലെങ്കിൽ ഒരു പുരുഷന്റെയും ഒരു കന്യകയുടെയും മനസ്സിൽ ഒരു പരസ്പരം ഉള്ള അനുരാഗ ഭാവത്തെക്കുറിച്ച്, അതിന്റെ ജനനത്തെക്കുറിച്ച് പാടി. At last she sang of the love that is perfected by death. പിന്നെ സ്നേഹം പരിപൂർണമാകുന്നത് മരണത്തോടെയാണ്, അതേക്കുറിച്ച് പാടി. Of the love that does not die in the tomb. കുഴിമാടത്തിൽ ചത്തൊടുങ്ങാത്ത ആ സ്നേഹത്തെക്കുറിച്ച് അത് പാടി. ഇതാണ് നമ്മളുടെ ആ ചോദ്യത്തിന്റെ ഉത്തരം. മറ്റൊരു ചോദ്യം കൂടെ, 7ാമത്തെ ചോദ്യവും അതേ പാഠത്തിൽ നിന്ന് തന്നെയാണ് ഓസ്കർ വൈൽഡിന്റെ. എന്താണെന്ന് നോക്കാം. Why does the professor's daughter refuse the rose? ആ ആൺകുട്ടി കൊടുത്ത റോസാപ്പൂവ് പ്രൊഫസറുടെ മകള്, അവൾ പറഞ്ഞത്, എനിക്ക് ചുവന്ന റോസാപ്പൂവ് കിട്ടിയാൽ നിന്റെ കൂടെ ബാളിന്, അതായത് ഡാൻസ് പാർട്ടിക്ക് ഞാൻ രാത്രി മുഴുവൻ നൃത്തം ചെയ്യാമെന്നാ പറഞ്ഞത്. ഒടുവിൽ അവന്റെ സങ്കടം കണ്ട് നൈറ്റിംഗേൽ അവന് റോസാപ്പൂവ് അന്വേഷിച്ച് പോവുകയാണ്. ചുവന്ന റോസാപ്പൂവ് കിട്ടാത്ത ആ സീസണിൽ ഒടുവിൽ നൈറ്റിംഗേൽ ഒരു വെള്ള റോസാപ്പൂവിന്റെ ചെടിയിന്മേൽ, അതിന്റെ മുള്ളിന്മേൽ തന്റെ നെഞ്ചമർത്തി പാടി. ഒടുവിൽ ആ വെള്ളപ്പൂവ് ചോപ്പിച്ചെടുത്തു. അങ്ങനെ സ്വയം മരണം കൈവരിച്ചാണെങ്കിലും ആ പൂവ് ചുവപ്പിച്ചെടുത്തു, ഒരിക്കലും നശിക്കാത്ത പ്രേമത്തിന് വേണ്ടി. ഒടുവിൽ അത് നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട്? ആ പെൺകുട്ടി അവൻ റോസാപ്പൂവും കൊണ്ടുപോയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് മറ്റൊരാൾ വിലപിടിപ്പുള്ള ജുവൽസ് കൊണ്ടുവന്നു. അപ്പോൾ ഈ ചുവന്ന റോസാപ്പൂവിനേക്കാൾ എത്രയോ വിലപിടിപ്പുള്ളതാണത്. അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെയാണ് ഡാൻസ് പാർട്ടിക്ക് പോകുന്നത്. The professor's daughter was greedy of wealth. അവൾ സമ്പത്തിനെ കുറിച്ച് അത്യാർത്തിയുള്ളവളായിരുന്നു. When she got jewels, അവൾക്ക് ജുവൽസ് കിട്ടിയപ്പോൾ she looked at the rose with contempt. റോസ് വളരെ വില കുറഞ്ഞതായിട്ട് അവൾക്ക് തോന്നി. ഒരു കാലത്ത് അത് വലിയ വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞ്, അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് ശഠിച്ച അവൾ അവളുടെ ആ ഫാന്റസിയുടെ ലോകം വിട്ട് ഇന്നിപ്പോൾ ഉണർന്നിരിക്കുന്നു. അവൾക്ക് അതിനേക്കാൾ വിലപിടിപ്പുള്ളത് ജുവൽസ് ആണെന്ന് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഈ ഇടത്താണ് ഉത്തരം നിൽക്കുന്നത്. ഓക്കെ, ഈ 2 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്.